പ്രിയപ്പെട്ട മക്കളെ, ജെറുസലേം പ്രയർ ലൈൻ 3 മിനിറ്റ് പ്രാർത്ഥനയ്ക്കായി ഇതാ ദൈവം നമ്മെ കൂട്ടിച്ചേർത്തിരിക്കുകയാണ്. ലോകത്തിൻ്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ ചെറിയ ശുശ്രൂഷ വളരെ പ്രധാനപ്പെട്ടതായി കണ്ടുകൊണ്ട് ഇതിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾ മുതൽ വയോവൃദ്ധന്മാർ വരെയുള്ള ഓരോരുത്തരെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഞാൻ പൂർണ്ണമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് എന്തും തരാൻ കഴിവുള്ള ദൈവം നമ്മുടെ അപ്പനാണ്, നമ്മുടെ പിതാവാണ്. എന്നാൽ നാം എത്ര പ്രാർത്ഥിച്ചിട്ടും നമുക്കൊന്നും തരുന്നില്ലെങ്കിൽ അതൊരു അനുഗ്രഹം തന്നെയാണെന്ന് നിനക്ക് തിരിച്ചറിയാൻ സാധിക്കുമോ? ഏറ്റുപറയാൻ സാധിക്കുമോ? ഇതാ കർത്താവ് വചനം തരികയാണ്. ഫിലിപ്പിയർ 4:19. എന്റെ ദൈവം തന്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളത് എല്ലാം നൽകും. അതാണ് നമ്മുടെ അപ്പൻ, അതാണ് നമ്മുടെ പിതാവായ ദൈവം. ചോദിക്കുന്നതെല്ലാം നൽകും. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആവശ്യപ്പെട്ടതല്ല ദൈവം നമുക്ക് തരുന്നത്, നമുക്ക് ആവശ്യമുള്ളതാണ് തരുന്നത്. മനസ്സിലായോ? എന്താണ് നമുക്ക് ഏറ്റവും ആവശ്യമെന്ന് നമ്മളെക്കാൾ കൂടുതലായി നമ്മുടെ അപ്പനറിയാം. അതുകൊണ്ടാണ് ആവശ്യപ്പെട്ടതല്ല, ആവശ്യമുള്ളത് നമുക്ക് തരുന്നു എന്ന് പറഞ്ഞത്. നാം ആഗ്രഹിക്കുന്നതും ചോദിക്കുന്നതും ദൈവം നമുക്ക് നൽകിയാലും നൽകിയില്ലെങ്കിലും എല്ലാം നന്മയ്ക്കാണെന്ന് മനസ്സിലാക്കുന്നവനാണ് ഭാഗ്യവാൻ. ചോദിക്കുന്നത് കിട്ടാതെ വരുമ്പോൾ ദുഃഖിക്കരുത്. ചോദിക്കുന്നത് കിട്ടുമ്പോൾ അമിതമായി സന്തോഷിച്ച് അഹങ്കരിക്കരുത്. എനിക്ക് ജോലി കിട്ടി, വീട് കിട്ടി, കാറ് വാങ്ങിച്ചു, വിവാഹം നടന്നു, ഇതൊന്നും നമ്മൾ കൊട്ടിഘോഷിക്കാൻ പോകരുത്. പറയേണ്ടവരോടെ നമ്മൾ പറയാൻ പാടുള്ളൂ. ദൈവത്തോട് നമുക്ക് പറയാം, മനുഷ്യരോട് പറയണ്ട. കിട്ടുന്നതിന് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? വിനീതരാകണം, എളിമപ്പെടണം. കിട്ടാതെ വരുമ്പോഴോ നന്മയ്ക്കാണെന്ന് കരുതി ദൈവത്തിൽ കൂടുതൽ ആശ്രയിക്കണം. ആവശ്യപ്പെട്ടതെല്ലാം കർത്താവ് തരുന്നില്ല. നമുക്ക് ആവശ്യമുള്ളതെല്ലാം അവിടുന്ന് നമുക്ക് തരും. വിശ്വസിക്കുക, വിനീതരാകുക, ദൈവത്തിൽ ആശ്രയിക്കുക. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാനിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി അവിടുന്ന് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ പങ്കെടുത്ത എല്ലാവർക്കും ആവശ്യമുള്ളത് ഈ രാത്രിയിലും നാളത്തെ പ്രഭാതത്തിലും നിന്റെ കയ്യിൽ കൊണ്ട് തരട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മന്റെ സഹവാസവും നാം എല്ലാവരോടും ഈ കൂട്ടായ്മയോടും കൂടി ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഇപ്പോഴും എപ്പോഴും എന്നേക്കും.